കൽപ്പാത്തിയിൽ ദേവരഥ സംഗമത്തിന് ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. തേരുകൾ അങ്ങനെ ദേവരഥ സംഗമത്തിനായി തേരുകൾ എത്തുന്ന കാഴ്ചയാണ് കൽപ്പാത്തിയിൽ നിന്ന് വരുന്നത്. മനോഹരമായ ദൃശ്യങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. ദേവരഥ സംഗമത്തിന് നിമിഷങ്ങൾ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളൂ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാലക്കാടും കൽപ്പാത്തിയും ഉത്സവ ലഹരിയിലായിരുന്നു, ആഘോഷങ്ങളിലായിരുന്നു. വലിയ പൈതൃകം ഉള്ള കൽപ്പാത്തി, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് ഈ തേരുത്സവം, രഥസംഗമം. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നിഖിൽ പ്രമേഷും ആയിഷത്തുൽ ഷംനയും ചേരുന്നുണ്ട്. നിഖിൽ, ഷംന, എപ്പോഴാണ് ദേവരഥ സംഗമം? ആ കാത്തിരുന്ന ദൃശ്യങ്ങൾ, ആ മനോഹരമായ ദൃശ്യങ്ങൾ എപ്പോഴാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാവുക? ഇപ്പോഴിത് മന്തക്കര മഹാഗണപതിയുടെ തേര്, ആ മന്തക്കര മഹാഗണപതിയെ വഹിച്ചുകൊണ്ടുള്ള തേരിപ്പോൾ മടങ്ങിപ്പോവുകയാണ്. ഇത് ദേവരഥ സംഗമത്തിൽ മന്തക്കര മഹാഗണപതിയുടെ തേര് ഉണ്ടാകാറില്ല. 5 രഥങ്ങളാണ് അവിടെ സംഗമിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഈ തേരുണ്ടാകാറ് അതിപ്പോൾ മടങ്ങി ആ ക്ഷേത്രത്തിലേക്ക് തന്നെ, അതായത് ഈ ഗ്രാമ പര്യടനമൊക്കെ പൂർത്തിയാക്കി ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് അഗ്രഹാര വീതികളിലൂടെ ഇങ്ങനെ പതുക്കെ പോകുമ്പോൾ ആ കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് വിവരിക്കാനാകാത്തതാണ്. എത്ര മനോഹരമായിട്ടുള്ളൊരു തേരാണത്. ഈ കൽപ്പാത്തി അഗ്രഹാരത്തെ ധന്യമാക്കിക്കൊണ്ട്, ഈ അഗ്രഹാര വീതികളൊക്കെ ധന്യമാക്കിക്കൊണ്ട് ഇങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയാണ് 5 രഥങ്ങൾ അവിടെ സംഗമിക്കാൻ പോകുന്നത്. ഉത്സവനാഥനായിട്ടുള്ള വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ 3 തേരുകൾ, ഒപ്പം ഇന്ന് പര്യടനം തുടങ്ങിയ മറ്റ് 2 തേരുകൾ. കണ്ടോ എത്ര ആവേശത്തിലാണ് ഈ തേരിനെ ഈ അഗ്രഹാര വീതി യാത്രയാക്കുന്നതിൽ. ഷംന, മടങ്ങിപ്പോകുന്ന കാഴ്ച വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. വളരെ ഭക്തിയാദരപൂർവ്വമുള്ളൊരു ഒരു കടന്നുപോക്കാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. പല ഭാഗങ്ങളിൽ നിന്നെത്തിയ കൽപ്പാത്തിക്കാർ മാത്രമോ അല്ലെങ്കിൽ പാലക്കാടുകാർ മാത്രമോ അല്ല, മറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് മനുഷ്യരാണ് ആ ഒരു തേര് വലിക്കാൻ വേണ്ടി എത്തിയത്. ഇതിന് പിന്നാലെ ഇനി ഈ മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ തേര് അവിടെ എത്തിയതിനു ശേഷം മറ്റ് 5 തേരുകൾ സംഗമിക്കുമ്പോൾ ആ തേര് അവിടെ എത്തിക്കാൻ വേണ്ടി ഇതേപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പേരെത്തും. ആ ഒരു കാഴ്ചയാണ് നിഖിൽ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോൾ ഈ ആളുകൾ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നോക്കൂ എത്ര ആവേശകരമായിട്ടാണ് അല്ലേ നിഖിൽ? തീർച്ചയായിട്ടും വലിയ ആവേശത്തിൽ അവർക്കിപ്പോ ഇന്നിപ്പോ കാണാൻ പറ്റിയ ആദ്യത്തെ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതിന്റെ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. എങ്ങനെയുണ്ട്? ഉഷാറായോ? സൂപ്പറാണ്. ഇവര് നമ്മളെ ലൈവ് തുടങ്ങുന്നതിന് എത്രയോ മണിക്കൂറുകൾ മുമ്പ് ഇവിടെ കാത്തിരിക്കുന്ന ഒരു ടീമാണ്. 2 മണിക്കൂറായി നമ്മൾ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞ കാഴ്ച ഗോകുൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്തവണ പല ദേശങ്ങളിൽ നിന്ന്, പല ദിക്കുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. നമുക്ക് അവരോടൊക്കെ സംസാരിക്കാം. ഈ ചേട്ടന്മാരൊക്കെ നമുക്കിപ്പോ കുറെ സമയം. ഞങ്ങള് കൊച്ചിയിൽ നിന്നാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വന്നേക്കുന്നത്. നമ്മള് രഥം വലിക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷെ ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാണ്, നമുക്ക് തൊടാൻ പോലും പറ്റിയില്ല. അമ്മമാരി ആളാണ്, ഇത് ഭയങ്കര ഒരു വൈബാണ്, ഒരു രക്ഷയില്ല. ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി, കുറേ നടന്നായിരുന്നു, പക്ഷേ നിലവിൽ മടുപ്പൊന്നും തോന്നുന്നില്ല. ഇത്രയും ഭംഗിയുള്ള ഈ രഥവും ഈ ആൾക്കാർ, ഈ ആവേശവും എല്ലാം കാണുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ്, ഞങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. ഞങ്ങൾ വന്നൊരു 4 മണിയായി, കറങ്ങി വന്ന വഴിയാണ്. അപ്പോൾ വന്നതിലും കണ്ടതിലും എല്ലാം സന്തോഷം. എല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കഴിഞ്ഞിട്ട് എല്ലാവരും പോയതിനു ശേഷം മാത്രമേ അവിടുന്ന് പോവുള്ളൂ. ഷംന, ഇപ്പൊ ഇത് കൊച്ചി എന്നുള്ള ടീം, നമുക്കിത് വേറൊരു കുടുംബം ഉണ്ട്, അവരെവിടുന്നാണ് നമുക്ക് ചോദിക്കാം. എവിടുന്നാണ്? മലപ്പുറം തൂവൂര് എന്ന് പറയും. ഉച്ചയ്ക്ക് രാവിലെ എത്തിയതാ. എന്തൊക്കെ കാഴ്ചകളുണ്ട്? ഞങ്ങൾ ഇവിടുത്തെ ഈ തേരിൻ്റെ മനോഹാരിതയാണല്ലോ ഏറ്റവും വലുത്. നല്ല വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള കാഴ്ചകൾ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിലൂടെ കേട്ടറിവേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച അവർക്ക് മുന്നിൽ ഒരു നിറവസന്തമായിട്ട് എല്ലാം നല്ലൊരു മനോഹരമായ ഒരു കാഴ്ച ഇവർക്ക് സമ്മാനിച്ചപ്പോൾ അത് വളരെയധികം കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ചയായിട്ട് ഒരു ഇഷ്ടമാണോ മോനെ? പറഞ്ഞ പോലെ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായോ? അടിപൊളി അല്ലേ? ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടായിരുന്നു, അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതാണ് ഈ ഇൻസ്റ്റാഗ്രാം ആളുകൾ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം ഉണ്ടല്ലോ, അത് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇന്നിപ്പോ ഇവിടെ വന്നിട്ടുള്ള ഒരു 100% ആളുകൾ എടുത്താൽ ഒരു 10-50%-ലധികം ആളുകൾ ഇൻസ്റ്റ കണ്ടു വന്നിട്ടുള്ള കുട്ടികൾ.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.